21 വർഷമായി ജയിലുള്ള ഇയാദ് അബു ഷാഖ്തം ഇന്ന് പുറം ലോകം കണ്ടു. 21 വർഷം ജയിലിലടച്ച ഹമാസ് നേതാവും തിരിച്ചെത്തി. 3 ജൂതന്മാർക്ക് പകരം 183 പലസ്തീനികളെ വിട്ടയച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പലസ്തീൻ വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകിയതിന് ജീവപര്യന്തം തടവിനും ദീർഘകാല ശിക്ഷകൾക്കും വിധിക്കപ്പെട്ടവരാണ് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 42 പേരെ വെസ്റ്റ് ബാങ്കിലെത്തിച്ചു, 27 പേരെ ഗസയിലെത്തിച്ചു, 20 പേരെ ഈജിപ്തിനാണ് കൈമാറിയിരിക്കുന്നത്. ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് കഴിഞ്ഞ 21 വർഷമായി ജയിലുള്ള ഇയാദ് അബു ഷാഖ്തമും ഇന്ന് പുറത്തിറങ്ങി. കാലത്തെ രണ്ടാം പലസ്തീൻ ഉയർത്തെഴുന്നേൽപ്പിൽ നിരവധി ഇസ്രായേലികളെ കൊലപ്പെടുത്തിയെന്ന കേസുകളിൽ 18 ജീവപര്യന്തത്തിനാണ് ഇയാദിനെ ഇസ്രായേലി കോടതി ശിക്ഷിച്ചിരുന്നത്. 2004-ൽ ബിർഷബ പ്രദേശത്ത് നടത്തിയ 2 രക്തസാക്ഷ്യ ഓപ്പറേഷനുകളിൽ 16 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. 100-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇയാദാണ് എന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്. പിന്നീട് 2004 നവംബറിൽ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിൽ നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ അറസ്റ്റ് ചെയ്തു. ഈ സംഭവത്തിൽ ഇയാദിന് 10 തവണ വെടിയേറ്റിരുന്നു. ജയിലിൽ കഴിയുന്ന കാലത്ത് സൈക്കോളജിയിൽ ബിരുദവും നേടി. റാമല്ലയ്ക്ക് സമീപത്തെ എൽബിറഹ് ഗ്രാമത്തിന്റെ മേയറായിരുന്ന ഹമാസ് നേതാവ് ജമാൽ അൽ തവിലും മോചിതനായിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി 20 വർഷം ജയിലിൽ കഴിഞ്ഞ ജമാലിനെ 2021-ലാണ് അവസാനമായി ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയത്. രക്തസാക്ഷ്യ ഓപ്പറേഷനുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. ജയിലിൽ കിടന്ന് മത്സരിച്ചാണ് ജമാൽ മേയറായത്. 2001-ൽ ജെറുസലേമിൽ നടന്ന രക്തസാക്ഷ്യ ഓപ്പറേഷനുകൾക്ക് പിന്നിൽ ജമാലാണ് എന്നാണ് US കോടതിയിൽ ഇസ്രായേലികൾ ഫയൽ ചെയ്ത കേസ് രേഖകൾ പറയുന്നത്. 11 ജൂതന്മാർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജമാലിന്റെ മകളും മാധ്യമപ്രവർത്തകയുമായ ബുഷ്ര അൽ തവിലിനെ തടവുകാരെ വിട്ടയക്കലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വിട്ടയച്ചിരുന്നു. സെൻട്രൽ ഗസ മുനമ്പിലെ ദേർ അൽ ബലായിൽ അന്തർദേശീയ റെഡ് ക്രോസ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കാണ് തടവുകാരെ കൈമാറിയത്. ബന്ദികളെ വിട്ടുകൊടുക്കുന്ന സ്ഥലത്ത് ഹമാസ് സ്റ്റേജ് ഒരുക്കിയിരുന്നു. ഇസ്രായേലുമായുള്ള മാനുഷിക സഹായവും മറ്റു പ്രധാന വിതരണങ്ങളും ഗസയിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിച്ചതിന് പിന്നാലെയാണിത്. പകരമായി 183 പലസ്തീൻ തടവുകാരാണ് ഇസ്രായേൽ കൈമാറിയത്. ജീവപര്യന്തം തടവനുഭവിക്കുന്ന 18 പേരും ദീർഘകാല തടവനുഭവിക്കുന്ന 54 പേരും ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തടവിലാക്കിയ ഗസയിൽ നിന്നുള്ള 111 പേരും ഉൾപ്പെടുന്നു. എല്ലാവരും 20-നും 61-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ്. അതിനിടെ മോചിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന പലസ്തീൻ തടവുകാരുടെ വീടുകൾ ഇസ്രായേൽ റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ടുണ്ട്. പലസ്തീൻ പ്രിസണേഴ്സ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് റെയ്ഡ് നടന്നത് എന്ന് പ്രസ്താവനയിൽ പറയുന്നു. വിട്ടയച്ച 3 പേരെ ഗസ അതിർത്തിയിലെ ഒരു ഇസ്രായേലി സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ തിരിച്ചറിയൽ പരിശോധനയുണ്ട്. പ്രാഥമിക മെഡിക്കൽ മനഃശാസ്ത്ര വിലയിരുത്തലുണ്ട്. അടുത്ത കുടുംബാംഗങ്ങളുമായി അവർ ഒന്നിക്കുകയും ചെയ്യും. തുടർന്ന് മധ്യ ഇസ്രായേലിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യും. അവിടെ അവർ ബാക്കിയുള്ള കുടുംബവുമായി വീണ്ടും ഒന്നിക്കുകയും അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് അവിടെ താമസിക്കുകയും ചെയ്യും. അതിനിടെ ഗസയിൽ 572 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു. റിപ്പോർട്ടുകളുടെയും കാണാതായവരുടെയും ഫയലുകൾ പിന്തുടരുന്ന ജുഡീഷ്യൽ കമ്മിറ്റി അവരുടെ ഡാറ്റ പരിശോധിച്ച ശേഷമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൊത്തത്തിലുള്ള എണ്ണത്തിൽ 572 മരണങ്ങൾ കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 26 മരണങ്ങൾ നടന്നു. 22 മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. ഇതോടെ ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 48,181 ഉയർന്നു. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കുറഞ്ഞത് 61,709 എണ്ണം മരണസംഖ്യ രേഖപ്പെടുത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി കരുതപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.